നമ്മുടെ നാട്ടിൽ ഏതായാലും വികസനം ഒന്നും വരാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് ആണല്ലേ, കൈ കിട്ടുന്ന പൈസ മുഴുവൻ പോക്കറ്റ് എടുത്ത് വെക്കാനേ അവർക്ക് അറിയത്തുള്ളൂ. പിണറായി വന്നില്ലെങ്കിൽ LDF വരും ഉറപ്പായിട്ട്. പ്രതിപക്ഷം ഉണ്ടായിന് ഇവിടെ. ബഹുമാനം എന്ന് പറയുന്ന സാധനം നമ്മൾ ചോദിച്ചു മേടിക്കരുത്. അത് പൊളിറ്റീഷ്യൻസ് ആയാലും പോലീസുകാരായാലും. BJP ആണെങ്കിലും ഇനി UDF ആണെങ്കിലും ഈ ഒരു നല്ല കാര്യം വരുമ്പോ അതിന് തുരങ്കം വെക്കലല്ലേ ഇവിടെ ഉള്ളത്. விஜய் வந்தாலும் இப்படியே தான் இருக்கும், யார் வந்தாலும் இப்படியே தான் இருக்கும், வேற ஒன்றும் மாறாது. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? സംശയമില്ലല്ല. ഇപ്പോഴത്തെ ജനങ്ങളുടെ നമ്മുടെ ഇപ്പൊ ഈ കോവിഡും അതുപോലെ തന്നെ പ്രളയം അങ്ങനെയുള്ള വന്നപ്പോ ഇവിടെ ആരാർന്ന് ഉണ്ടായത്? ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചങ്കൻ അത് തന്നെ വരും, അല്ലാതെ വേറെ ആരും വരാൻ പോണില്ല. ഇപ്പോഴത്തെ വികസനത്തിനനുസരിച്ചുള്ള റോഡ് വികസനവും നമ്മുടെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്ന നമ്മുടെ പിണറായി തന്നെ വരും. പിണറായി വന്നില്ലെങ്കിൽ LDF വരും ഉറപ്പായിട്ടും. നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷം ഉണ്ടായിന് ഇവിടെ പല പല പ്രശ്നങ്ങൾ വന്നിട്ട് ഇപ്പൊ വികസനങ്ങൾ വരുമ്പോ അതിനെതിരെ നിൽക്കാന്നല്ലാണ്ട് ഇവിടെ അതിന് സപ്പോർട്ട് ചെയ്യണ ഏത് പ്രതിപക്ഷം ഉണ്ട് ഇവിടെ? BJP ആണെങ്കിലും ഇനി UDF ആണെങ്കിലും ഈ ഒരു നല്ല കാര്യം വരുമ്പോ അതിന് തുരങ്കം വെക്കലല്ലേ ഇവിടെ ഉള്ളത്, അല്ലാതെ ഇവിടെ അതിന് സപ്പോർട്ട് ജനങ്ങൾക്ക് ആവശ്യമായ ഏത് കാര്യമാണ് അവർ ചെയ്യണത്? ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയും. കേരളത്തിലെ എഡ്യൂക്കേഷനെ കുറിച്ച് ഈ കേരളയിലെ എഡ്യൂക്കേഷൻ ഒക്കെ ബെറ്റർ. ഇപ്പോ അങ്ങ് 1 year ആയിട്ട് ഇവിടെ ഉള്ളു, അപ്പൊ ഇപ്പൊ ഇവിടെ എല്ലാം ബെസ്റ്റാ. ഇത് 3 തൂക്കുമന്ത്രിസഭ ആവോ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. മിക്കവാറും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഭരണം ആർക്ക് കിട്ടുമെന്ന് തൂക്കുമന്ത്രിസഭ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവോ? വനിതാ മുഖ്യമന്ത്രി സാധ്യത കുറവാണ്. ഈ പ്രാവശ്യം സാധ്യത വളരെ കുറവാണ്. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവും? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മിക്കവാറും ചിലപ്പോൾ LDF സർക്കാർ വന്നാൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആരെയാണ് മുഖ്യമന്ത്രിയായിട്ട് ചേട്ടൻ വിലയിരുത്തുന്നത്? സംശയമില്ല. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന നമ്മുടെ അമ്മ ആരാണത്? ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർ. നമ്മുടെ കോവിഡ് കാലത്തും മറ്റുള്ള ടൈമിനൊക്കെ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ശൈലജ ടീച്ചർ തന്നെയാണ് വരാൻ സാധ്യത. 2026 വരണം. ആര് വരും എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. കോൺഗ്രസ്സുകാർക്കായിരിക്കും ചാൻസ് കൂടുതൽ. മേ ബി ഈ 10 വർഷം ഭരിച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ 5 വർഷം കൂടുമ്പോൾ ആൾക്കാർ മാറുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഏതായാലും വികസനം ഒന്നും വരാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് ആണല്ലേ, കൈ കിട്ടുന്ന പൈസ മുഴുവൻ പോക്കറ്റ് എടുത്ത് വെക്കാനേ അവർക്ക് അറിയത്തുള്ളൂ. അതേ അവർക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉടനെ ഒന്നും ഒരു പരിഷ്കാരം വരാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് യുവജനയുടെ അത് ഇടപെടുന്നില്ല. നമ്മൾ എന്തോ ഇടപെടാനാ? 10 ദിവസം പോയി എവിടെയെങ്കിലും പോയി സമരം ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ അടിച്ചു ഓടിക്കും. ഓരോ പാർട്ടിയുടെ ബേസിലാണ് പോലീസുകാരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നാളെ പോലീസുകാരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവർ നാളെ നമ്മളെ കള്ളക്കേസ് കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടി സ്ഥിരം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യം വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹുമാനം എന്ന് പറയുന്ന സാധനം നമ്മൾ ചോദിച്ചു മേടിക്കരുത്. അത് പൊളിറ്റീഷ്യൻസ് ആയാലും പോലീസുകാരായാലും. ഈ സാറെന്ന് വിളിക്കുന്ന ഈ പദപ്രയോഗം നിർത്തണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ പബ്ലിക്, അവർ നമ്മളെ സെർവൻസ് ആണ്. അപ്പം അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിച്ച് നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് ചിലപ്പോൾ ശരിയാവും. അല്ലാതെ കോൺഗ്രസ്സുകാർ വന്നാലും കമ്മ്യൂണിസ്റ്റുകാർ വന്നാലും BJP വന്നാലും നമ്മുടെ നാട് നന്നാവില്ല. പ്രതിപക്ഷത്തെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? കാരണം ഇപ്പോൾ പ്രതിപക്ഷമാകാനായിട്ട് BJP ആണ് നോക്കിയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും UDF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ശക്തിയോടെ BJP കേരളത്തിലൊക്കെ കയറി വരുവാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അറിയാം, BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് കൂടി വരിക, അവർ കുറഞ്ഞു വരുന്നില്ല. കാരണം 50 ആണെങ്കിൽ പ്രാവശ്യം 100. അങ്ങനെ അവർ കേരളത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടിയപ്പോൾ കേന്ദ്രത്തിൽ പിടിച്ചപ്പോൾ അവരെന്തായാലും ഈ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ജയിക്കും. പിണറായി വിജയന് തുടർ ഭരണം ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടുള്ള ഒരു കാര്യം. കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി വളരെ നല്ല കാര്യങ്ങളും അതേപോലെ ജനശ്രദ്ധ നേടിയൊരു മുഖ്യമന്ത്രിയാണ്. തുടർ ഭരണം വീണ്ടും കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളത്തിലെ ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ സാധ്യത എങ്ങനെ? അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. പിണറായി വിജയനാണ് ഏറ്റവും നല്ല. ചേട്ടൻ കണ്ടതിൽ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ? അങ്ങനെയല്ല, എല്ലാം മുഖ്യമന്ത്രിമാരെല്ലാവരും നല്ല ഇതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ജനശ്രദ്ധ, അതേപോലെ തന്നെ കോവിഡ് കാലഘട്ടങ്ങളിലും മറ്റേ പ്രളയം വന്നപ്പോഴും നമ്മുടെ ഒരു കൈത്താങ്ങായി നിന്ന ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയാണ്.